ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കേണ്ടതും നടപ്പാക്കേണ്ടതും അതായത് അദ്ദേഹം പൊളിറ്റിക്കലായും പോപ്പുലിസ്റ്റായിട്ടുമാണ് ഈ വിഷയങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മസ്ക് ഇത് കൈകാര്യം ചെയ്യുന്നത് ഐഡിയോളജിക്കലായിട്ടാണ്. പൂർണ്ണമായി ആ വലത് യുക്തിയിൽ നിന്ന് സമ്പൂർണ്ണമായി അതിൻ്റെ മുതലാളിത്ത സ്വഭാവത്തിൽ ഈ കാര്യങ്ങളെ പൂർണ്ണമായി വിലയിരുത്തിക്കൊണ്ട് അതിനെ കച്ചവടത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. പക്ഷേ ട്രംപിനത് പറ്റത്തില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപിന് വോട്ട് ചെയ്ത ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തിരുന്നല്ലോ, ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നപ്പോൾ. അതായത് സാധാരണക്കാർ ഒത്തിരി വോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇടത്തരക്കാരും സാധാരണക്കാരും തൊഴിലാളികളുമൊക്കെ ട്രംപിന് ധാരാളം പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് തൊടുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഒരു ആവേശം നൽകുന്നതോ അവരുടെ ജീവിത നിലവാരം ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് തോന്നുന്നതോ ഒക്കെ തന്നെയാണ്. അതേസമയം അദ്ദേഹം ഈ ബില്ലിൽ കൃത്യമായി ഈ വൻകിട കമ്പനികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, കോർപ്പറേറ്റുകൾക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം നൽകുമ്പോൾ തന്നെ അവർ സാധാരണക്കാർക്ക് വേണ്ട ഈ ട്രംപിൻ്റെ ബില്ലിൽ വളരെ സാധാരണക്കാർക്ക് വേണ്ട ചില പൊടിക്കൈകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ ടിപ്പ് നമ്മുടെ ഇവിടെ ഒരു വലിയ സംഗതി അല്ലെങ്കിലും അവിടെ വലിയ സംഗതിയാണ്. അപ്പോൾ ടിപ്പിന് ടാക്സ് വേണ്ട, ഓവർ ടൈം ഡ്യൂട്ടിക്ക് ടാക്സ് വേണ്ട, ഇതൊക്കെ സാധാരണക്കാരനെ പെട്ടെന്ന് തൊടുന്ന സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് ചില കാര്യങ്ങൾ കൂടി ട്രംപ് ഇതിനെ അവതരിപ്പിക്കുന്നു. പക്ഷേ മസ്ക് ഈ ഇടപാടുകളോടൊന്നും ഒരു യോജിപ്പുള്ള സംഗതിയല്ല. ഇത് സമ്പൂർണ്ണമായി സ്വതന്ത്രമായ മാർക്കറ്റ്, സർക്കാരിൻ്റെ ഇടപെടൽ പൂർണ്ണമായും ഇല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, സർക്കാരിനെ ബിസിനസ്സിൽ നിന്ന് പരമാവധി അകറ്റുക, ആ ബിസിനസ് എന്നുള്ളത് പൂർണ്ണമായും ഈ പറയുന്നത് പോലെ ഈ ഒരു ഓപ്പൺ മാർക്കറ്റിലേക്ക് ആ ബിസിനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് മസ്ക് ഇതിനെ അവതരിപ്പിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്.